നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. ആമേൻ. അടുത്ത രക്ഷിക്കപ്പെടുന്ന നമുക്കോ അതൊരു ദൈവശക്തി ആണ്. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിന്റെ വചനം ആമേൻ. പലപ്പോഴും അത് പലർക്കും ഭോഷത്വമാണ്, പക്ഷെ എനിക്ക് അതൊരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രൂശിന്റെ വചനം ഒരു ദൈവശക്തിയാണെന്ന് പറ. ഹല്ലേലൂയ. ഒരു പ്രസന്റഡ് ആണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിന്റെ വചനം അതൊരു ദൈവശക്തിയാണ്. ആമേൻ. നമ്മുടെ ശക്തി ബലഹീനതയായിരിക്കുന്ന സമയത്ത് നമുക്ക് ശക്തി പകരുന്നത് ക്രൂശിലെ വചനമാണ്. കാരണം ക്രൂശിലെ വചനം അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ആരെങ്കിലും ക്രൂശ് കാണുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ വിടുന്നില്ല. ഹല്ലേലൂയ. അമ്മ കണ്ടില്ല എങ്കിൽ കരച്ചില്ല. അമ്മ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അമ്മ പറഞ്ഞത് മനസ്സിലായില്ല. എടാ, യേശുവിന്റെ ക്രൂശ് ആ സമയത്ത് കാണുകയാണെങ്കിൽ അതിനകത്തൊന്നും ഒരു വിടുതലില്ല. ആമേൻ. ആമേൻ. രോഗമാണ് എൻ്റെ ജീവിതത്തിൽ വേദനയെങ്കിൽ ഹല്ലേലൂയ, ക്രൂശ് ആ സമയത്ത് കാണുകയാണെങ്കിൽ അതിനകത്തൊരു സൗഖ്യമുണ്ട്. ആമേൻ. 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 വേദനയാണെങ്കിൽ ആമേൻ, എൻ്റെ വേദനകളെ ചുമന്ന ഒരു ഭാഗം അവിടെ കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇത് നശിച്ചു പോകുന്നവർക്ക് അതൊരു ഭോഷത്വമാണ് ഇതൊക്കെ പറയുമ്പോൾ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കതൊരു ദൈവശക്തിയാണ്. ആമേൻ. എവിടെയൊക്കെയോ ദൈവം ചിലരെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു, കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്കൊരു കാര്യം ഉറപ്പായി. ആമേൻ. ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ശക്തി പകരാൻ പോകുന്നു. ബലഹീനമായ മനുഷ്യരെ അഥവാ ലോകജ്ഞാനത്തിന്റെ അകത്ത് നിൽക്കുന്ന ചിലരെ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലേക്ക് തിരിപ്പാൻ ആമേൻ ആത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ പൗലോസിൽ കൂടെ എഴുതി വെച്ചു. ആമേൻ. നാം ലോകത്തിന്റെ ജ്ഞാനത്തെ ത്യജിച്ചു കളയുന്ന ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. മനുഷ്യന്റെയോ താർക്കികന്റെയോ ആരുടെയും ജ്ഞാനമല്ല ഇനി നിലനിൽക്കുന്നത്. അവൻ ഉയരത്തിലെ ജ്ഞാനം തന്നെ നിലനിൽക്കും. ഹല്ലേലൂയ. ആമേൻ. 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 കരങ്ങൾ ഉയർത്തി നല്ലതുപോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഞാൻ ഇവിടെ പറയുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഞാനൊരു ഭാഗം ഞാൻ ഏൽപ്പിച്ച ഒരു ഭാഗം ഞാൻ ഏൽപ്പിച്ച് എനിക്ക് കഴിഞ്ഞിടയ്ക്ക് തന്ന ഞാൻ പറഞ്ഞ 2-3 വചനങ്ങൾ തന്നതുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അതിനകത്തുനിന്ന് കയറി അല്പനേരം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 3-ാമത്തെ അധ്യായം. ആമേൻ. അതിനകത്തൊരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. കിട്ടിയെങ്കിലും ഒന്ന് വായിച്ചത് 3-ാമത്തെ അവസാന ഭാഗം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. 4-ാമത്തെ അധ്യായം അതിന്റെ അവസാന വാക്യം. സോറി. വായിച്ചു. നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ആമേൻ. അതൊരു ഭയങ്കരമായ ഒരു വേടാണ്. ഞാൻ അതിനകത്ത് നിന്ന് അല്പം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ മടങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്. ആമേൻ. അതിന്റെ ഹല്ലേലൂയ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്ന കാണാം, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഒരു വാക്യമാണത്. ഞങ്ങൾക്ക് ആര് ഹല്ലേലൂയ ആമേൻ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ആമേൻ. നോക്ക്. ഇവിടെയാണ് ക്രൂശിന്റെ വചനം ഭോഷത്വമായി ചിലർക്ക് തോന്നുന്നതും ആമേൻ ആമേൻ രക്ഷിക്കപ്പെടുന്ന നമുക്കതൊരു അനുഗ്രഹമായി മാറുന്ന ഒരു ശക്തിയായി മാറുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ആർ നന്മ തരുമെന്ന് പലരും പറയുമ്പോൾ ഇവിടെ ക്രൂശിന്റെ വചനം അവിടെ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർക്ക് ഇവിടെ അസാധ്യമാണ്. എന്നാൽ ആമേൻ പ്രഭുക്കന്മാർക്ക് ഇത് ചെയ്യുവാൻ സാധ്യതയില്ല. അവരെല്ലാം എന്നെയും നിങ്ങളെയും നോക്കി പറയും, ആമേൻ, നിങ്ങൾക്ക് ആര് നന്മ കണ്ടെത്തി തരും? ആമേൻ. ഇല്ലായ്മ പറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാത്ത സാഹചര്യം കാണുമ്പോൾ അവര് പറയും, ആമേൻ, നിങ്ങൾക്ക് എവിടുന്ന് നന്മ കിട്ടാന്? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? ഇതൊക്കെ ചോദ്യങ്ങൾ. എന്നാൽ ബൈബിൾ പറയുന്നു, ധാന്യവും വീഞ്ഞും എന്റെ മേൽ വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനെക്കാട്ടും അധികം സന്തോഷം എന്റെ മേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചത്? ക്രൂശിന്റെ വചനം എന്റെ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ വിശ്വസിച്ചപ്പോൾ പലരും എന്നെ കളിയാക്കി, പലരും എന്നെ നിന്ദിച്ചു, പലരും എന്നെ അപമാനിച്ചു. അവർക്ക് അത് ഭോഷത്വമായി തോന്നി. എന്നാൽ രക്ഷിക്കപ്പെട്ട എനിക്ക്, സ്വീകരിച്ച എനിക്ക് അത് ദൈവശക്തിയായി മാറി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധാന്യവും വീഞ്ഞും എന്റെ അകത്ത് വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനെക്കാട്ടും സന്തോഷം, ലോക മനുഷ്യർക്കുള്ളതിനെക്കാട്ടും സന്തോഷം, എന്നെ കളിയാക്കിയവർക്കുണ്ടായിരുന്നതിനെക്കാട്ടും സന്തോഷം എന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഞാൻ വിശ്വസിച്ച, ഞാൻ നോക്കിയ, ഞാൻ പിൻപറ്റിയ എന്റെ യേശു കർത്താവ് എനിക്ക്
കൂടെ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഹാലേ വായിച്ചാട്ടെ. 3:1 2. സങ്കീർത്തനം തന്നെ 3:1 പെട്ടെന്ന് വായിച്ചു. എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നോക്കുക, നശിച്ചു പോകുന്നവർ അല്ലെങ്കിൽ ഭോഷത്വമായവർ, ഈ ലോകത്തിന്റെ ജ്ഞാനികൾ പറയുന്നത് ദൈവത്തിങ്കൽ നിന്ന് അവന് രക്ഷയില്ല. അവൻ എന്നോട് എതിർക്കുന്നവർ, നിങ്ങളോട് എതിർക്കുന്നവർ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവർ, വിരോധമായി സംസാരിക്കുന്നവർ, അവൻ പ്രാർത്ഥനയ്ക്ക് വിരോധമായി നിൽക്കുന്നവർ പറയും അവൻ ദൈവത്തിൽ നിന്ന് അവനൊരു രക്ഷ വരത്തില്ല, ഈ ലോകത്തിൽ രക്ഷയില്ല. എന്നാൽ വചനം പറയുന്നു അവൻ എന്റെ വീട്ടിനകത്ത് അവൻ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനെക്കാട്ട് സന്തോഷം എന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. അവരെന്നെ നിന്ദിച്ചപ്പോൾ, അവരെന്നെ പരിഹസിച്ചപ്പോൾ, അവരെന്നെ കണ്ണുനീര് കണ്ടപ്പോൾ ആ സമയത്ത് അവർക്കൊരു സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ദൈവമക്കൾ സന്തോഷിക്കുകയാണ്. പലരും നിന്ദിക്കും, നമ്മളെ പലരും നിന്ദിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്. അവിടെ വച്ച് പറയണം, അവിടെ വച്ച് ഈ വചനം ഞാൻ സ്വീകരിച്ചത് കൊണ്ട്, യേശു എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട്, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട്, അവൻ ദൈവമക്കളെ നിങ്ങളെ ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്രൂശിന്റെ വചനം നിങ്ങൾ സ്വീകരിച്ചത് നിമിത്തം ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. എന്നാലോ എന്റെ അകത്ത് അത് ഭോഷത്വമല്ല, അതൊരു ദൈവശക്തിയായിരുന്നു. എന്റെ അകത്ത് അതൊരു എനർജി ആയിരുന്നു. എന്നാൽ എന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാ. അവൻ നാളുകളിൽ എന്റെ മുമ്പിൽ അത് കാണിക്കുമെന്ന് എനിക്കൊരു ദൈവശക്തി തന്നെയാണ്. അവര് പറയാണ് എല്ലാവരും എന്നെ കളിയാക്കി. എന്നിട്ട് പറയാം അവർക്കുണ്ടായിരുന്നതിലും അധികം സന്തോഷം എന്റെ വീട്ടിനകത്ത്. മറ്റു സ്ഥലത്ത് പറയുന്ന ഒരു കഷ്ണം ഉണങ്ങി അപ്പമാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി ആണെങ്കിൽ അതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനെക്കാട്ടും ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ എന്റെ കൈ ആർക്കൊക്കെ ചിലത് കൊടുക്കുകയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ അനുഗ്രഹം ചിലരുടെ മേലേക്ക് പറന്നിറക്കുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാം. ചിലരുടെ വീട്ടിനകത്ത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചു വരുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ്. ശത്രുക്കൾ നിന്ദിച്ചെടുത്ത്, അവർ അപമാനിച്ചെടുത്ത്, അവർ അവഹേളിച്ചെടുത്ത്, അവർ നിന്നെ കുറ്റം പറഞ്ഞെടുത്ത്, അവർ നിന്നെ നിന്ദിച്ചെടുത്ത്, അവർ നിന്നെ ഇറക്കി വിട്ടെടുത്ത്, ഇതാ ധാന്യവും വീഞ്ഞും വർദ്ധിച്ച് നീ ബലപ്പെടാൻ പോകുകയാണ്. അവർക്കുണ്ടായിരുന്നതിൽ അധികം സന്തോഷം ഇപ്പോൾ വരാൻ കാരണം എന്താ? രണ്ട് തരം ഞാൻ പറഞ്ഞു വിടാം. ഒന്ന്, അവർക്കുണ്ടായിരുന്ന സന്തോഷം ഈ ലോകത്തിൽ നമ്മൾ ദുഃഖിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചപ്പോൾ, നീ കരഞ്ഞപ്പോൾ, നീ മറ്റുള്ള മുമ്പിൽ അടിമയെ പോലെ ആയപ്പോൾ, മറ്റുള്ള മുമ്പിൽ നീ മടങ്ങി വരേണ്ടി വന്നപ്പോൾ, നീ നിസ്സഹായനായപ്പോൾ അവർ സന്തോഷിച്ച്. കാരണം എന്താ? ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ആകാലമുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, ഞങ്ങൾക്ക് നന്മയുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട്, ഇവനൊന്നുമില്ല. അതവർ സന്തോഷിച്ചു. അത് പറയുന്നു ആ സന്തോഷം കണ്ടപ്പോൾ ഞാൻ ദുഃഖിച്ചു. പക്ഷേ ക്രൂശിന്റെ വചനം എന്റെ അകത്ത് ശക്തി നൽകി. മോനെ മോനെ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഞാനിതാ ഇറങ്ങി വരികയാണ്. താഴ്ന്നവന് മുമ്പിൽ നിന്നെ ഉയർത്തുകയാണ്. തല കുരിയപ്പെട്ടത് നിന്റെ തലയെ ഉയർത്തുകയാണ്. സന്തോഷിച്ചത് അവർ വിചാരിച്ചില്ല ഇവനൊരു സന്തോഷമുണ്ടെന്ന്. കണ്ണുനീർ അണിഞ്ഞപ്പോൾ വിചാരിച്ചില്ല എനിക്കൊരു സന്തോഷമുണ്ടെന്ന്. എനിക്ക് വിലാപം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വീട്ടിനകത്തൊരു നൃത്തം വെളിപ്പെടുമെന്ന്. കണ്ണുനീരുണ്ടായിരുന്നപ്പോൾ അവർ വിചാരിച്ചു ഇവൻ ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. വിലാപം കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇവൻ ഇനി ഉയരത്തില്ലെന്ന്. ആത്മാവ് പറയുന്നു അവരുടെ വിചാരങ്ങളല്ല, അവരുടെ അറിവുകളല്ല, ജ്ഞാനികളുടെ അറിവുകളല്ല, ഉയരത്തിലെ അറിവ്, ഉയരത്തിലെ ജ്ഞാനം അത് നമ്മുടെ സഭയുടെ നടുവിൽ നടക്കാൻ പോവുകയാണ്.
അവർക്കൊരു സന്തോഷമേ ഉള്ളൂ. അവർക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ആരെങ്കിലും അഞ്ച് കുറ്റം പറഞ്ഞാൽ ഒരു സന്തോഷം, ആരെങ്കിലും കുറച്ച് കുറവ് പറഞ്ഞാൽ സന്തോഷം, അമ്മ ഇല്ലാത്തവനെ നോക്കി കാണുമ്പോൾ ഒരു സന്തോഷം, അമ്മ കീറി പറഞ്ഞ വസ്ത്രമിടുമ്പോൾ അവർക്കൊരു സന്തോഷം, അമ്മ നോക്കി പോകുന്ന കണ്ടില് നടക്കുന്ന കണ്ടില് മുഷിഞ്ഞ വേഷധാരിയെ നോക്കി നമ്മൾ പറയുന്നത് പോലെ അന്നുണ്ടായിരുന്നവർ പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, അവർക്കുണ്ടായിരുന്നതിനെക്കാട്ടും അധികം സന്തോഷം എന്റെ അകത്ത് വെളിപ്പെടാൻ കാരണം അവർക്ക് ഈ ലോകം കൊണ്ട് അവർ തീർന്നു. ഞാനോ നിത്യ രാജ്യത്തിലേക്ക് പോകുകയാണ്. അമ്മ ഞാൻ ഈ ലോകത്തിൽ തീരത്തില്ല, ഈ മണ്ണിൽ ഞാൻ തീരത്തില്ല, ആ വിണ്ണിൽ ഞാൻ കാണാൻ പോകുകയാണ്. അവൻ ഈ വിണ്ണിൽ മണ്ണിലല്ല എന്റെ ജീവിതം, എന്റെ ജീവിതം വിണ്ണിലാണ്. അമ്മൻ അവര് പറയും, ഈ ലോകം കൊണ്ട് ഇവൻ തീർന്നു പോയി, ഈ ലോകം കൊണ്ട് അവൻ നശിച്ചു പോയി, അവൻ ഈ ലോകത്തിൽ അവന് നന്മ കാണത്തില്ല. അവൻ ബൈബിൾ പറയുന്നു, ജീവനുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടില്ലെങ്കിൽ അയ്യോ കഷ്ടം. അതെ, അവർക്കുണ്ടായതിന് അധികം സന്തോഷം എന്റെ നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെടാം. അവൻ ധാന്യവും വീഞ്ഞു അവൻ വർദ്ധിച്ചു വരാൻ പോകുന്നു. ഞാനൊരു കാര്യം പറയാം മക്കളെ, ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഭോഷത്വമായി തോന്നിയാൽ നിങ്ങൾക്കതില്ല. ഹാലേലൂയ. ചിലപ്പോൾ നമുക്കത് തോന്നും അമ്മ, പക്ഷെ ഇത് ഏറ്റെടുക്കുന്നവരുടെ ഉള്ളിൽ അതൊരു ദൈവശക്തി. ഹാലേലൂയ. ആമേൻ ആമേൻ. നോക്ക്, പലരും പറയാണ്, അവര് പറയുന്നത് എന്താ പറയുന്നത്? ഹാലേലൂയ. ആമേൻ. അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറഞ്ഞു. ആമേൻ. എന്ന് വെച്ചാൽ ദൈവം വരെ അവനെ കൈവിട്ടുന്നു. ആമേൻ. തകർന്നു വരുന്ന കാണുമ്പോൾ ചിലര് പറയാണ്, ദൈവം കൂടി അവനെ കൈവിട്ടു. ആമേൻ. പൗലോസിനെ പറഞ്ഞതുപോലെ അമ്മ നോക്ക്, നീതി ദേവി അവനെ വിടുന്നില്ലല്ലോ. അമ്മ അവന്റെ കയ്യിൽ പാമ്പ് കയറി ചുറ്റിയില്ലേ? അമ്മ ആരും അവനെ രക്ഷിക്കാനില്ലല്ലോ. അമ്മ ആരും അവനെ രക്ഷിക്കാനില്ല. മക്കളെ, അമ്മ ആത്മാവകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അമ്മ ക്രൂശിന്റെ വചനമാണ് നിന്റെ അകത്തുള്ളതെങ്കിൽ അവൻ നിന്റെ മേൽ വിടുതലുണ്ട്. അമ്മ ക്രൂശിന്റെ വചനം നിന്റെ അകത്ത് കിടക്കുമ്പോ അമ്മ ഒരു ശബ്ദത്തിനും നിന്നെ തകർക്കാൻ നോക്കുകയില്ല. അമ്മ ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു പാപത്തിനോ നിന്നെ തൊടാൻ അമ്മ ക്രൂശിന്റെ വചനം അകത്തുള്ള അവനെ പറ്റുകയില്ല. അമ്മ ക്രൂശിന്റെ വചനം അകത്തുണ്ടെങ്കിൽ അമ്മ പിശാചന്റെ അടുത്ത് വരും, ഞാനും അവന്റെ അടുത്തേക്ക് പോകും. അവൻ എന്നെ കാണുമ്പോൾ എന്റെ അകത്ത് ക്രൂശിന്റെ വചനം നിൽക്കുന്നത് കൊണ്ട് അവൻ എന്നെ വിട്ട് ഓടിപ്പോകും. അമ്മ പറയുന്നത് എടാ, പാപശക്തികൾക്ക് തൊടാതിരിക്കാൻ കഴിയണമെങ്കിൽ അവൻ ക്രൂശിന്റെ വചനം അകത്തിരിക്കണം. ഹല്ലേലൂയ. അമ്മേ, അവര് കളിയാക്കിക്കോട്ടെ. ഹല്ലേലൂയ. അവര് നിന്നിച്ചോട്ടെ. അമ്മേ, കാരണം എനിക്കറിയാം. അമ്മേ ഇല്ലേ, അമ്മ ചിലരൊക്കെ പറയുന്നത് കേട്ടില്ലേ? ചിലര് പറയും, ഒരിക്കലും ഒരാളെ കളിയാക്കി. അമ്മ കളിയാക്കിയിട്ട് ഇങ്ങനെയായിരുന്നു, നിനക്കൊന്നും ഒരു ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്റെ കൊച്ചു പറയത്തില്ല, അമ്മ കളിയാക്കി നിനക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ കളിയാക്കി. പക്ഷെ അവൻ പറഞ്ഞു, എന്റെ കാര്യങ്ങൾ നേരെയാകും. അവൻ പറഞ്ഞു, ഇല്ലടോ, നിന്റെ കാര്യം നേരാകത്തില്ല, നിനക്ക് ഇങ്ങനെയല്ലേ, ഇതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? പക്ഷെ അവന്റെ അകത്തൊരു ആത്മവിശ്വാസം, എന്റെ കാര്യങ്ങൾ നേരെയാകും. അവൻ ആ ആത്മവിശ്വാസം അവനെ ബലപ്പെടുത്തി. അവനൊരു പ്രാർത്ഥിക്കുന്ന പൈതലായിരുന്നു. അവൻ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, അന്ന് ഞങ്ങൾ ആരാധിക്കത്തില്ലായിരുന്നു, അന്ന് ഞങ്ങൾ അവനെ കളിയാക്കുമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, യേശു ഞങ്ങളെ രക്ഷിക്കും. അവൻ ഇന്ന് മകൻ രക്ഷിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് മാറി. അവൻ ഞാൻ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമാണെങ്കിൽ, അവൻ വിശ്വസിക്കാത്തവർക്ക്, ഈ ലോകത്തിന്റെ ജ്ഞാനം തേടി പോകുന്നവർക്ക്, ഈ ലോകത്തിന്റെ അറിവ് തേടി പോകുന്നവർക്ക്, ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുന്നവർക്ക് അത് നശിച്ചു പോകുന്ന ഒരു ദോഷത്വമായി തോന്നും. എന്നാൽ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് തോന്നും. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ മനസ്സിലാകും, ഇതൊരു ദോഷത്വമല്ല, ഇതെന്റെ അകത്തൊരു ദൈവ ശക്തിയാണ്. അവൻ ഇതെന്റെ ശത്രുക്കളുടെ മുമ്പിൽ ജയിക്കാനുള്ളതാണ്, ഇത് പരാജയപ്പെടാനുള്ളതല്ല, ഇത് ഉയരാനുള്ളതാണ്. ഈ മണ്ണിന്റെ പിടിവിട്ട് വിണ്ണിലേക്ക് ഉയരാനുള്ളതാണ്. ഈ മണ്ണുകൊണ്ട് തീരുന്നതല്ല, അവൻ അടുത്തൊരു വിണ്ണിലേക്ക് ഉയരുന്നതാണ്. അവൻ ശാപം കൊണ്ട് തീരുന്നതല്ല, ഈ പാപത്തിൽ തീരുന്നതല്ല, അടുത്തൊരു ഉയർച്ച വെളിപ്പെടുന്നതാണ്. ആ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ വചനം എന്റെ അകത്ത് ശക്തിയായി മാറുകയാണ്. ഇവർക്ക് ശരിക്കും അവർ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വചനമൊക്കെ, ഈ സങ്കീർത്തന ഭാഗം ഞാൻ ഈ വായിച്ച ഭാഗത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ധാന്യം ബീജവും അവർക്ക് വർദ്ധിച്ചപ്പോൾ അതിലുണ്ടായതിനെക്കാട്ടും സന്തോഷം എന്റെ ഹൃദയത്തിലുണ്ട്, കാരണം ഞാൻ നിത്യരാജ്യത്തിൽ പോകും. ഇങ്ങനെ ആയിരിക്കാൻ വിശദീകരണം കേട്ടിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയുള്ളവർ കേട്ടിട്ടുള്ളവർ കയ്യിൽ വെറുതെ.
അമ്മ ബൈബിൾ അവിടെ പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചോണം. ചില ഭാഗങ്ങൾ ഓടിച്ച് വായിച്ചാലും നമുക്ക് മനസ്സിലാകുകയില്ല. അമ്മ യഹോവയെ ഞാൻ ആശ്രയം എന്നിട്ട് പറയുന്നത്, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും സന്തോഷം. അമ്മേ, ഇതിന്റെ ബാക്കിയും കൂടെ ഞാൻ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്കുണ്ടായതിലും സന്തോഷം എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം, ഹല്ലേലൂയ, ആമേൻ, പ്രകാശം ഉദിപ്പിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും സന്തോഷം എന്ന് വെച്ചാൽ എന്നെ നേരത്തെ കളിയാക്കിയവർ, എന്നെ നേരത്തെ അപഹസിച്ചവർ, എന്നെ നേരത്തെ ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞവർ, അവരങ്ങ് സന്തോഷിച്ചിരുന്നു. ആമേൻ പറഞ്ഞില്ലല്ലോ. എടാ, എന്നെ കളിയാക്കുന്നുണ്ട്, ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഉള്ളത് കൊണ്ടല്ലേ കളിയാക്കുന്നത്. അവർക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരാളെ കളിയാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളാരും അങ്ങനെയുള്ള ആൾക്കാരല്ലേ? ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആമേൻ, സ്വതന്ത്രം. അല്ലേ, നമ്മൾ ആരെങ്കിലും ഒക്കെ കളിയാക്കും, തമാശയൊക്കെ കളിയാക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉള്ളത് കൊണ്ടല്ലേ കളിയാക്കുന്നത്? ആണോ? അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കളിയാക്കിയപ്പോൾ അന്ന് അവർ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായതിലും സന്തോഷം എന്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ ഉള്ളതിനെക്കാട്ടും മേൽത്തരമായത് എന്റെ വീട്ടിനകത്ത് സംഭവിക്കണം. ഹല്ലേലൂയ. ആമേൻ കേട്ടോ. അപ്പൊ അവര് പറഞ്ഞത്, ഇവരെന്നും ഞാൻ ഈ ഒരു കാര്യം പറയാം. ചിലര് പറയാറുണ്ട്, ഈ അപ്പൻ പണിക്കാരൻ, മകൻ പണിക്കാരൻ, എന്റെ മകൻ പണിക്കാരൻ, തലമുറയായി പണിക്കാരന്മാർ അല്ലെ കൂലിപ്പണിക്കാരായിട്ട് മാറുന്നത്. അപ്പൊ ഇവർ ചിലർ അങ്ങനെ അങ്ങ് വെച്ചിരിക്കുക. എന്നാൽ ഇത് ലോകത്തിന്റെ ജ്ഞാനമായിരുന്നു. എന്നാൽ ഉയരത്തിലെ ജ്ഞാനം അങ്ങനായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്ന് അവർക്കുണ്ടായിരുന്നതിലും അന്നുള്ളതിനെക്കാട്ടും അധികം സന്തോഷം എന്നിൽ നിറച്ച് എന്റെ വീട്ടിനകത്ത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചു വരുന്ന നിലവാരത്തിൽ എന്നെ ഉയർത്തുകയായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ദൂർത്തപുത്രൻ മടങ്ങി വരുമ്പോ ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആർക്കും ഇഷ്ടമല്ല. അവനെ വിരുന്നൊരുക്കപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ആർക്കെങ്കിലും ഇഷ്ടമാണ്? ആർക്കും സഹോദരന് പോലും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്തൊരു തലത്തിലേക്ക് അവനെ ഉയർത്താൻ പോകണം. അപ്പൊ അടുത്ത സഹോദരി പറഞ്ഞു, സഹോദരി സ്വന്തം കുടുംബത്തിക്കാരിയാ പറഞ്ഞു, വേറെ അടുത്തൊന്നുമല്ലോ. ആമേൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെങ്ങനായിരിക്കും? നിങ്ങൾ പറ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പറ. ഹല്ലേലൂയ. അപ്പോഴവിടെയാണ് ഈ വചനം എന്റെ മേൽ ശക്തി പകരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു വെടക്ക് കണ്ണുകളും ഒരു ദുഷ്ടന്റെ ആധിപത്യങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ നിൽക്കത്തില്ല. ആഭിചാരം ഇസ്രായേലിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ യാക്കോബിന് ഒക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകല് ഒരുത്തന്റെ വേടക്ക് കണ്ണ്, ഒരുത്തന്റെ ദുഷ്ട കണ്ണുകള്, ഒരു പിശാചിന്റെ ആധിപത്യങ്ങള് പ്രാർത്ഥിക്കുന്നവരുടെ കച്ചവടത്തിന്, ബിസിനസിന്, അവരുടെ ജോലി മേഖലയ്ക്ക്, അവരുടെ ആരോഗ്യത്തിന് വിരോധമായി നിൽക്കുകയില്ല. എന്റെ കർത്താവ് ശത്രുയോടെ ഇറങ്ങി വരട്ടെ. ആമേൻ. എന്നിട്ട് അവിടെ പറയാണ്, ഇനി ഈ സന്തോഷം എന്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ അടുത്ത വാക്യം പറയാണ്, ഇനി ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതിനു മുമ്പേ എനിക്ക് സമാധാനമില്ലായിരുന്നു. ഉറങ്ങുമാരെങ്കിലും ചിലരുടെ ഇല്ലാതിരിക്കുന്ന ചിലരോട് ചോദിച്ചു നോക്കി അറിയാം എന്തൊക്കെ ഉറക്കം വന്ന ഒരു സാധനം. അയ്യോ, എനിക്കില്ല പ്രശ്നം. വേദന. ആമേൻ. ബൈബിൾ പറയുന്നു, ധാന്യം വീഞ്ഞും എന്റെ വീട്ടിനകത്ത് വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എന്റെ അകത്തുണ്ടാകും. അടുത്താണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. ഉറക്കമില്ലാത്തവർ പ്രാർത്ഥിച്ചോണം. സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ ചിലതൊക്കെ വർദ്ധിച്ചു വരണം. അതിന്റെ ആത്മീയ തലത്തിലേക്ക് ഞാൻ കയറി വരാം. ചിലതൊക്കെ ചിലരുടെ അകത്ത് വർദ്ധിച്ചു വന്നാൽ ചിലരൊക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങും. ധാന്യവും വീഞ്ഞും അപ്പവും വീഞ്ഞും വർദ്ധിക്കുന്ന ആരുടെ വീട്ടിൽ വർദ്ധിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകും. അപ്പവും വീഞ്ഞും ആരുടെ വീട്ടിൽ വർദ്ധിക്കുന്നു അവരുടെ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകും. ഇവിടെ പറയുന്നു, അവർക്കുള്ളതിനെക്കാട്ടും സമാധാനം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം പറയുകയാണ്, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ആമേൻ, ആമേൻ. മറ്റൊരാരാ പറഞ്ഞ ദൈവത്തിൽ നിന്ന് ഇവന് രക്ഷയില്ലെന്ന് കുറച്ചു പേര് പറഞ്ഞു. പക്ഷേ ഇവിടെ അനുഭവിച്ചവൻ പറയുകയാണ്, നീയല്ലോ ദൈവമേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്യമായി ഇതൊക്കെ അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതൊന്നും അല്ല അറിവ്.
ആമേ, ഈ ലോകത്തിലെ ഒരു ശക്തി പറയുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകളല്ല അറിവ്. അറിവ് ബൈബിൾ പറയുന്നതാണ് അറിവ്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ എന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നു, എന്നെ കുറിച്ച് എന്ത് എഴുതിയിരിക്കുന്നു, അതാണ് എന്റെ അറിവായിരിക്കേണ്ടത്, അതാണ് എന്റെ വിശ്വാസമായിരിക്കേണ്ടത്. ആ വിശ്വാസത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ ആമേ, ലോകം പറഞ്ഞതിനെ തിരുത്തി എഴുതുന്ന യേശുവിന്റെ രക്തം, ആമേ, ലോകം പറഞ്ഞതിനെ, ലോകം എഴുതി വെച്ചതിനെ, ലോകം ശാപമെന്ന് പറഞ്ഞതിനെ അവൻ തിരുത്തി എഴുതിയ എന്റെ യേശുവിന്റെ രക്തം അവൻ നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ച്, അവൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ച്, ആ പുണ്യാക രക്തം അവൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത്, ആ പുണ്യാക രക്തം നിങ്ങൾക്ക് വേണ്ടി ഇടമെന്ന്, ആ പുണ്യാക രക്തം അവൻ ഇല്ലാത്തതിനെ ജീവിപ്പിക്കുകയോ, ഉള്ളതിനെ അവൻ ഇല്ലാത്തതിനെ മരിച്ചവരെ ജീവിപ്പിക്കുകയോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരികയും ചെയ്യുന്ന ആ പുണ്യാക രക്തം ഇന്ന് പകൽ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവൻ ജനത്തിലേക്ക് വിളിച്ചു വരുത്തുകയോ. അപ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം തന്നെയാണ്. പക്ഷെ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു വലിയൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തെ കുറിച്ച് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കുകയാണ്. വായിച്ച ഭാഗത്തിന്റെ ഒന്നും കൂടെ വായിച്ചു വിടണം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1:27-28. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ അവൻ ദൈവലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. മക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അവൻ പലപ്പോഴും ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത, അവൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ചില പ്രവൃത്തികളാണ് ദൈവം ചെയ്യുന്നത്. അവൻ ദൈവം ചെയ്യുവാൻ ഇറങ്ങുമ്പോഴൊക്കെയും എവിടെയെങ്കിലും ഒക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കോ. അവിടെയൊക്കെ ജ്ഞാനികൾ ലജ്ജിച്ചു പോയിട്ടുണ്ട്. അവൻ ഈ ലോകത്തിന്റെ അറിവ് കൊണ്ടോ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ ഒക്കുകയില്ല. ആമേൻ. ആമേൻ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ ലോകത്തിന്റെ എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ദൈവ മഹത്വത്തെ കാണാൻ നോക്കുകയില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും വച്ച് എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കുകയില്ല. ഈ ലോകത്തിന്റെ സന്തോഷത്തിൽ ഞാൻ നിന്നിട്ട് അവൻ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കുകയില്ല. ഈ ലോകത്തിലെ ചിലതൊക്കെ ത്യജിച്ചാൽ, ഈ ലോകത്തിന്റെ ജ്ഞാനം ത്യജിച്ചാൽ, ഈ ലോകത്തിന്റെ അറിവ് ത്യജിച്ചാൽ, ഈ ലോകത്തിന്റെ ആ ഇമ്പങ്ങൾ ത്യജിച്ചാൽ അവൻ മുകളിൽ നിന്ന് ചിലത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്റെ അകത്ത് അവൻ ശക്തിയായി അത് വെളിപ്പെടണമെങ്കിൽ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവശക്തിയായി മാറണമെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ഞാൻ ഉപേക്ഷിക്കണം. അതങ്ങനെ പക്ഷെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ ഉപേക്ഷിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ വചനം വിശ്വസിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം മാറ്റിവെക്കണം. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ മേൽ വരുമെന്ന് ഞാൻ അറിയണമെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ഞാൻ മാറ്റിവെക്കണം. എന്നിട്ട് അവൻ ജോലിക്ക് പോകേണ്ടതല്ല ഞാൻ പറഞ്ഞത്, അവൻ പഠിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്, അറിവ് നേടേണ്ടതല്ല ഞാൻ പറഞ്ഞത്. ഈ ബൈബിളുമായിട്ട് ഈ ലോകത്തിലെ അറിവ് കൂട്ടി യോജിപ്പിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മൾ കാണുന്നതാണ് നമ്മുടെ അറിവ് കൂടുതൽ. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, പഠിക്കുന്നത്, ഇതാണ് അറിവ്. ഈ അറിവും ഇതിനുമായിട്ട് നമ്മൾ ഒരിക്കലും യോജിപ്പിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടത് കൊണ്ട് ഇതിനകത്തുള്ള ജ്ഞാനത്തെ നമ്മൾ എന്ത് പറയുന്നത് അതിനകത്ത് ചട്ടക്കൂട്ടിനകത്ത് ഒതുക്കി നിർത്തരുത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവം ഒരു കണ്ണാടി കൂട്ടിലല്ല ഇരിക്കുന്നത്. ദൈവം ഒരു ഫോട്ടോയ്ക്കകത്ത് അങ്ങനെ ഒതുങ്ങുന്നതല്ല ദൈവം. ആമേൻ. ആമേൻ. മനസ്സിൽ അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവശക്തനാണ്, അവൻ മഹാദൈവമാണ്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, അവൻ രാജാതി രാജാവാണ്, അവൻ ദേവാതി ദേവനാണ്, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാണ്, അവൻ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. 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 നിക്കോദെമോസിനോട് യേശു കർത്താവ് ചോദിക്കുന്നു, നിക്കോദെമോസ്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും നീ ഇത് അറിയുന്നില്ലയോ? ആമേൻ. ഈ ജ്ഞാനത്തെ, ഈ സ്വർഗീയ ജ്ഞാനത്തെ അല്ലെങ്കിൽ ഈ ദൈവശക്തിയെ നീ അറിയുന്നില്ലയോ? ആമേൻ. അത് ചോദിക്കാനുള്ള കാരണം ഇതാണ്. നിക്കോദെമോസ് യേശു കർത്താവിന്റെ അടുക്കൽ രാത്രി വന്നിട്ട് ചോദിക്കുക. ആമേൻ. സ്നാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിക്കോദെമോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഈ വാർദ്ധക്യത്തിൽ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറി വീണ്ടും ജനിക്കണമോ? ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ആത്മാവിലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ നിക്കോദെമോസ് നീ സ്വർഗരാജ്യം കാണുകയല്ല. ഇത് കേട്ടപ്പോഴാണ് നിക്കോദെമോസിന്റെ ചോദ്യം, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കടന്ന് വീണ്ടും ജനിക്കണമോ? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ചോദ്യം കറക്റ്റ്, ചോദ്യം കൃത്യമാ, നല്ല ചോദ്യമാ. പക്ഷേ കർത്താവ് പറഞ്ഞു, നിക്കോദെമോസേ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാ, എന്നാൽ ജ്ഞാനിയാ, അറിവുള്ളവനാ. കാര്യങ്ങളൊക്കെ നിനക്കറിയാം. പക്ഷേ ദൈവരാജ്യത്തിൽ നീ കിടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ അകത്തൊരു വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുന്നുവോ അതുപോലെ ഒരു ജനനം സംഭവിക്കണം. എന്ന് വെച്ചാൽ പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, കറയില്ലാത്ത, കുശുമ്പില്ലാത്ത, അസൂയയില്ലാത്ത, അവൻ പരദൂഷണമില്ലാത്ത, വാഗ്വാദമില്ലാത്ത ഒരു വീണ്ടും ജനനം ഒരുവന്റെ മേൽ എപ്പോൾ സംഭവിക്കുന്നു അപ്പോ അവന്റെ മേൽ നിത്യരാജ്യത്തിന്റെ വെളിപ്പാട് കയറും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊക്കെ വീണ്ടും ജനിച്ചാലും ആമേൻ, ആമേൻ, എല്ലാവരും പറയത്തില്ല, ചിലരൊക്കെ വീണ്ടും ജനിച്ചാലും കള്ളം പറയും, വീണ്ടും ജനിച്ചാലും കുറ്റം പറയും, വീണ്ടും ജനിച്ചാലും പക വയ്ക്കും, വീണ്ടും ജനിച്ചാലും ആമേൻ, ആമേൻ, എന്തോ പരദൂഷണം പറയും, ആമേൻ, അല്ല മറ്റുള്ള ആമേൻ പക്ഷപാതം പിടിക്കും, എന്നിട്ട് പറയും ഞാൻ വീണ്ടും ജനിച്ചവൻ അല്ല. മക്കളെ, അവൻ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്. അവൻ ജനിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, അവൻ മനുഷ്യന്റെ ജഡത്തിലല്ല, അവൻ പരിശുദ്ധാത്മാവിൽ, അവൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആത്മ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും ജനിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവന്റെ മേലാണ് ദൈവശക്തിയായിട്ട് ഈ വചനം ഇറങ്ങി വരുന്നത്. ആമേൻ. അവന്റെ മേലാണ് ദൈവശക്തിയായിട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് വചനം ഞാൻ പറയുന്നു, ഒരു കാര്യം പറയുന്നു, ആമേൻ, ഈ യേശുവിനെ, ദൈവവചനത്തെ നമ്മൾ നമ്മുടെ ഇമ്പങ്ങളിൽ ഒതുക്കരുത്, നമ്മുടെ ആവശ്യങ്ങളിൽ ഒതുക്കരുത്, നമ്മുടെ ഇഷ്ടങ്ങളിൽ പിടിച്ചു നിർത്തരുത്. അവൻ പിടിച്ചു കെട്ടാനുള്ളതല്ല ഇത്, ഇത് പകരാനുള്ളതാണ്, ഇത് ഒഴുകാനുള്ളതാണ്, ഇത് തടഞ്ഞു വെക്കാനുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറേണ്ടതാണ്, ഇത് നിനക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർ പ്രകാശിക്കുന്ന നിലവാരത്തിൽ നീ പ്രകാശിക്കേണ്ടതാണ്. ഞാൻ പ്രകാശമുള്ളവനാന്ന് പറഞ്ഞിട്ട് കട്ടിലിന്റെ അടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ്? അവൻ എന്റെ അകത്ത് പ്രകാശമുണ്ടെങ്കിൽ, എന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, എന്റെ അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ, ഈ വചനം എന്റെ അകത്ത് ദൈവശക്തിയായി വെളിപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ ഞാൻ മറഞ്ഞിരിക്കുന്നവനല്ല, ഞാൻ പുറത്തു വരുന്നവനത്രേ. അവൻ ഞാൻ മറഞ്ഞിരിക്കുന്നവനല്ല, അവൻ ഞാൻ മറ്റുള്ളവർക്ക് വെളിച്ചമത്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇതൊരു ദൈവശക്തിയാണ്. ഈ വചനം, വചനം ദൈവശക്തിയായി മാറണം. ആമേൻ, ആമേൻ. നിക്കോദെമോസ് പറയാണ്, അവന്റെ ഭാഗം എടുത്തത് വായിച്ച നല്ലൊരു വചനമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ ഇടഭാഗത്ത് ഇവിടെ കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇടഭാഗത്ത് എവിടെ ഉണ്ട്? ആമേൻ, സ്തോത്രം. ആദ്യം തുടങ്ങി വരുന്ന സമയത്ത് 2-ാമത്തെ പാരാഗ്രാഫ് 3-ാമത്തെ പാരാഗ്രാഫ് ആണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. വായിച്ചു. യേശു അവനോട്, എത്ര വാക്യം എത്രയാ? വായിച്ചു നോക്ക്. യേശു അവനോട്, ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചതായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളക്കാരും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ച ജഡമാകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. അമ്മ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാട്ടെ. അമ്മ, നമ്മളൊരു സ്നാനം കൊണ്ട് തീർക്കരുത് മക്കളെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. അമ്മ, സ്നാനപ്പെട്ടവൻ അവൻ ആത്മാവിൽ ജനിക്കണം. അവൻ സ്നാനപ്പെടുന്നവൻ ആത്മാവിൽ ജനിക്കണം. അവന്റെ അകത്ത് ആത്മാവിന്റെ ഒരു വീണ്ടും ജനനം ഉണ്ടായിരിക്കണം. വെള്ളത്താൽ മാത്രം ഒന്ന് കഴുകി എഴുന്നേൽക്കുന്നത് കൊണ്ട് നിർത്തരുത്. വീണ്ടും അവൻ ആത്മാവിൽ ജനിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ അകത്ത് അവൻ ഉരുവായി വരണം. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളിൽ അവനിൽ നിന്ന് വെളിപ്പെട്ടു വരണം. അവൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ അവനിൽ നിന്ന് ജ്വലിച്ചു വരണം. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ അവന്റെ അകത്തുനിന്ന് വെളിപ്പെട്ടു വരുമ്പോ അവൻ മനസ്സിലാകും, ആത്മാവിൽ ഇവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവൻ വളരുന്നത് സാധാരണ വ്യക്തിയായിട്ടല്ല, ആത്മമനുഷ്യനായിട്ടത്രേ വളർന്നു വരുന്നത്. അവൻ ആത്മമനുഷ്യനായിട്ടത്രേ വളർന്നു വരുന്നത്. അവൻ വളർന്നു വരുമ്പോ ഈ വചനം അവന്റെ അകത്ത് അവൻ ശക്തിയായി അവനെ വഴി നടത്തും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് ചിലപ്പോൾ തോന്നും, എങ്ങനെ ആത്മാവിൽ ജനിക്കുന്നു? ഇല്ലേ? ആത്മാവിൽ എങ്ങനെ ജനിക്കുന്നത്? വെള്ളത്താൽ ജനിക്കാൻ നമുക്കറിയാം. ഒന്ന് മുങ്ങി പൊങ്ങി കഴിഞ്ഞാൽ വെള്ളത്താൽ ഞാൻ ജനിച്ചു, വീണ്ടും സ്നാനപ്പെട്ടല്ലോ, വീണ്ടും ജനനം സംഭവിച്ചു. പക്ഷെ ആത്മാവിൽ എങ്ങനെ ജനിക്കുന്നത്? എടാ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് പോലെ ആത്മനിറവിനകത്ത് നിന്ന് നമ്മളൊന്ന് മുങ്ങി അവിടുന്ന് പൊങ്ങണം. ഇതുകൊണ്ട് യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിൽ തീരും നിങ്ങളെ സ്നാനപ്പെടുത്തും. ആത്മാവിൽ തീരും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ ചെറിയൊരു സ്നാനമല്ല, അവൻ ആരോ പറഞ്ഞൊരു സ്നാനമല്ല, ഏതോ കളിക്കുന്ന സ്നാനമല്ല. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുമ്പോ അവൻ വന്നു കഴിയുമ്പോ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തും, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ ആത്മാവിലോ തീയിലോ.
നല്ലൊരു ജ്ഞാനിയായിരുന്നു, നല്ലൊരു അറിവുള്ളവനായിരുന്നു, നല്ലൊരു അവൻ എന്താ പറയുന്നത് ഉപദേഷ്ടാവായിരുന്നു. എന്ന് വെച്ചാൽ ഉപദേശിക്കാൻ അറിവുള്ളവനെ ഉപദേശിക്കാൻ ഒക്കത്തുള്ളൂ. അവൻ നല്ലൊരു ജ്ഞാനിയായ മനുഷ്യരായിരുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ വളർന്ന നിക്കോദെമോസിന് അകത്ത് ചെറിയ ഒരു തീപ്പൊരി വീണു. എവിടെ വെച്ചോ? സ്നാനത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞപ്പോഴാകാം, അഥവാ മറ്റൊരാൾ സ്നാനപ്പെട്ടത് കണ്ടപ്പോഴാകാം. അത് കണ്ടപ്പോൾ നിക്കോദെമോസിന് തോന്നി ഇതിന്റെ കാര്യഗൗരവം അറിയണമെന്ന്. യേശുവിന്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, യേശു കർത്താവേ, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനെന്ന്, അവൻ സ്വർഗത്തിലെ കാര്യം യഥാക്രമം പഠിപ്പിക്കുന്നവനെന്ന്, വള്ളി പുള്ളി തെറ്റാതെ പറയുന്നവനെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെ വീണ്ടും ജനിക്കും? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അറിവ് എങ്ങനെ വീണ്ടും ജനിക്കും? നമുക്ക് ജനിക്കാൻ ഒക്കുമോ? ജനിക്കാൻ ഒക്കുകയില്ല. അവിടെ പറഞ്ഞു, ഈ ലോകത്തിന്റെ അറിവിൽ നീ വാഴരുത് നിക്കോദെമോസേ. അവൻ നീ വാഴേണ്ടത് അവൻ സ്വർഗീയ അറിവിനകത്താണ്. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ അല്ല നീ വളരേണ്ടത്. നീ വളരേണ്ടത് ഉയരത്തിലെ ജ്ഞാനത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഒരു ഭാഗം കൂടെ പെട്ടെന്ന് വായിച്ചോട്ടെ. ആമേൻ. ഒരു യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3:13 തോന്നുന്നു എന്റെ ഓർമ്മ. വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 3:13 തോന്നുന്നു. ആമേൻ. വായിച്ചു. നിങ്ങൾ ജ്ഞാനിയും ആയവൻ ആരാണ്? അവൻ ജ്ഞാനനിഷ്ഠമായ സൗമ്യതയോടെ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. മക്കളെ, നമ്മളൊരു കാര്യം അറിയണം കേട്ടോ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും വളരുന്നവൻ ആരാണ്? അവരെ കുറിച്ച് യേശു കർത്താവ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ യാക്കോബിലൂടെ എഴുതി വെച്ചൊരു ഭാഗമാണ്. അവൻ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയും ആയവൻ ആര്? അവൻ എന്തോ ചെയ്യണം? വായിച്ചേ. നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. ഇവിടെയൊക്കെയാണ് നമ്മൾ ഇച്ചിരി പതറിപ്പോകുന്നത്. അവൻ ദൈവത്തിന്റെ ഉയരത്തിലെ ജ്ഞാനത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയുകയും, അവൻ സ്നാനപ്പെട്ടു മാനസാന്തരപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയുകയും, ആത്മാവിലും വെള്ളത്തിലും ആത്മാവിലും സ്നാനപ്പെട്ടു എന്ന് പറയുകയും, അവൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടതിന് ശേഷം അവന്റെ പിന്നാലെ വന്നവൻ എന്നെ ആത്മാവിൽ തീയിലും സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആത്മതീക്കകത്ത് നടക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഇവ വെളിപ്പെടത്തിൽ. അതുകൊണ്ട് പൗലോസ് യാക്കോബ് പറയുകയാണ്, നീ ഉയരത്തിലെ ജ്ഞാനമാണ് ഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ നീ എന്തായിരിക്കണം? ഹാലേലൂയ. ഒന്നുകൂടെ വായിച്ച വാക്യം. ആര്? സൗമ്യതയോടെ നല്ല നടപ്പ്. രണ്ട് നോക്ക്, ശ്രദ്ധിച്ച് വിട്ട് വായിക്കുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നീ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പ്. ഹല്ലേലൂയ. എന്തായിരിക്കണം? നല്ല നടപ്പ്. ദേശത്തിന്റെ മുമ്പിൽ എന്തായിരിക്കണം? നല്ല നടപ്പ്. സുഹൃത്തുക്കളുടെ മുമ്പിൽ എന്തായിരിക്കണം? നല്ല നടപ്പ്. മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയായിരിക്കണം? നല്ല നടപ്പ്. ഞാൻ പറയുന്നു, ഗോഡ് ഓഫ് ഹാർവസ്റ്റിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഓരോ മക്കളും നല്ല നടപ്പിൽ മാറ്റപ്പെടണം. എന്നിട്ടോ ഈ ദേശത്ത് ഒരു അനുഗ്രഹമായി മാറണം. നിങ്ങളുടെ ദേശത്ത് ഒരു അനുഗ്രഹമായി മാറണം. എല്ലാ വ്യക്തികളും നല്ല നടപ്പിൽ, ഹല്ലേലൂയ, ആമേൻ, നല്ല സംസാരത്തിൽ, നല്ല നോട്ടത്തിൽ, എല്ലാം കൊണ്ടും നല്ലത്. ഹല്ലേലൂയ. വസ്ത്രത്തിൽ നല്ലത്, വേഷത്തിൽ നല്ലത്, ഒരുക്കത്തിൽ നല്ലത്, ഭക്ഷണം കഴിക്കാൻ നല്ലത്, എല്ലായിടത്തും നല്ലത്. ഇല്ലേ? ലോകത്തിലെ ജ്ഞാനം നമ്മൾ എന്തിനാ പ്രാപിക്കുന്നേ? ഉയരത്തിലെ ജ്ഞാനത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ. അത് വെളിപ്പെട്ട് വരുമല്ലോ. അത് വെളിപ്പെട്ട് വരുമല്ലോ. അടുത്ത വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. നോക്ക്, ഉയരത്തിലെ ജ്ഞാനത്താൽ എന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. പൗലോസ് പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. ഞാൻ വിശ്വാസം പറയുമ്പോൾ, ഞാൻ ഉയരത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ ആത്മാവിൽ തീരും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്റെ പ്രവൃത്തി വ്യർത്ഥമാണെങ്കിൽ, ഞാൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ മറ്റൊരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തി വ്യർത്ഥമാണ്, എന്റെ വിശ്വാസം വ്യർത്ഥമാണ്, എന്റെ ജീവിതം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. നമ്മൾ മാറണം മക്കളെ, നമ്മൾ മാറണം. ദൈവവചനത്തിനകത്ത് നല്ലതുപോലെ മാറണം. അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, എല്ലാവിധ അനുഗ്രഹങ്ങളാലും, പൗലോസ് പറയുന്നത് പോലെ സകലവിധ ആത്മീക ഭൗതിക അനുഗ്രഹത്താലും നമ്മൾ നിറയപ്പെടണം. നമ്മൾ നിറയപ്പെടണം. യേശുവിന്റെ സാക്ഷികളാണ് നമ്മൾ, യേശുവിന്റെ യോദ്ധാക്കളാണ് നമ്മൾ. ദൈവസഭയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കാരാണ് നമ്മൾ, അവന്റെ ഗൃഹ വിചാരകന്മാരാണ് നമ്മൾ, അവന്റെ ആത്മീക ശുശ്രൂഷകന്മാരാണ് നമ്മൾ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇച്ചിരി കട്ടിയാണെന്ന് എനിക്ക് അറിയാം, എന്നാലും പറഞ്ഞേ ഒക്കത്തുള്ളൂ ചിലതൊക്കെ. ഹല്ലേലൂയ. അടുത്ത ഭാഗം പെട്ടെന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യ. നോക്ക്, കൈപ്പുള്ള ഈർഷ്യ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൊട്ട് വിട്ടായിരുന്നു. കൈപ്പുള്ള ഈർഷ്യ, ശാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്.
സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്, ഘോഷിക്ക് പറയരുത്. ഇത് അരുത്, അരുത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അകത്ത് ഇതുണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മക്കളെ, ആമേൻ, ഈ ഇങ്ങനെ പറയുന്നത് കൊണ്ട് യേശു കർത്താവ് പരീശന്മാരെ നോക്കി പറഞ്ഞ, നിങ്ങള് ആമേൻ കിണ്ടികിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കുന്നില്ല, പുറമെയാണ് വെടിപ്പാക്കുന്നത്. ആമേൻ. ആമേൻ. പുറമെ വെള്ളം തേച്ച കല്ലറയ്ക്ക് നിങ്ങൾ ഒക്കുകയാണ്, അകത്തോ ജീർണിച്ച ശവശരീരം പോലെ ഇരിക്കുകയാണ്. ആമേൻ. പരീക്ഷന്മാരെ നോക്കി യേശു കർത്താവ് പറഞ്ഞതാണ്, ഞാൻ പറയുന്നു, ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ നടക്കുന്ന മനുഷ്യൻ ആമേൻ ആത്മാവിൽ അവൻ നടക്കപ്പെടണം, ആത്മാവിന്റെ പ്രവൃത്തികളിൽ അവൻ ഉളവാകണം. ആമേൻ. ശാഠ്യവും ദൂഷണവും പരദൂഷണവും കയ്പും ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. ആമേൻ. നമ്മളെ വിളിച്ചത് ക്രിസ്തുവാ. ക്രിസ്തുവിന് കയ്പുണ്ടായിരുന്നെങ്കിൽ, പകയുണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിളിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇല്ല. ആമേൻ. ആ സ്നേഹം നമുക്ക് കിട്ടുമായിരുന്നു. ദൈവത്തിന് നിന്ദനെ പറയുന്നു, നമ്മൾക്ക് ദൈവത്തിനെതിരെ എത്രത്തോളം. പൗലോസ് പറയണം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ഞാനും പലപ്പോഴും ആ വചനം എടുത്തു വെച്ച് വായിച്ചു പറയും, കർത്താവേ, ആ പാപികളിൽ ഞാനും ഒന്നാമനാ. എങ്കിലും അങ്ങയുടെ കൃപയുടെ അത്യന്ത ദാനം എന്റെ മേൽ പകർന്നിരുന്നത് കൊണ്ട് ഇന്നിവിടെ നിൽക്കാൻ എനിക്ക് ദൈവം കൃപ നൽകി. ആമേൻ. അതുപോലെ തന്നെ പാപത്തിന്റെ അഴുക്കുചാലിൽ നമ്മൾ ഓരോരുത്തരും കിടന്നപ്പോ എന്റെ ദൈവത്തിന് വിചാരിക്കാമായിരുന്നു, ഇവൻ പാപിയായി കിടക്കുകയല്ലേ, ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ, എന്റെ അടുക്കിലേക്ക് ഇവൻ മടങ്ങി വരുന്നില്ലല്ലോ, ഞാൻ എത്ര നന്മ കൊടുത്താലും ഇവന് സ്തോത്രം ചെയ്യുന്നില്ല, അതിനൊരു ആമേൻ എന്താ പറയുന്ന ഒരു നന്മ കാണിക്കുന്നില്ലല്ലോ എന്നോട്, അതുകൊണ്ട് ഇവന്മാര് നശിച്ചു പോകട്ടെ എന്ന് ദൈവം വിചാരിച്ചില്ല. അവൻ ദൈവം അവിടെ മനസ്സലിവുള്ള കർത്താവാകയാൽ അവൻ കുഴഞ്ഞ ചേറ്റിനകത്തു നിന്ന്, നാശകരമായ കുടിക്കകത്തു നിന്ന് അവൻ വലങ്കര പിടിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. അവൻ സകല നന്മയും മഹത്വവും എന്റെ മേലും നിങ്ങളുടെ മേലും പകർന്നു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം, അറിവിനൊത്തവണ്ണം ആമേൻ ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നെങ്കിൽ ആരും എന്നെ ഗണ്യമാക്കുകയില്ലായിരുന്നു. ആമേൻ. നിങ്ങളെ ഗണ്യമാക്കുകയില്ലായിരുന്നു. ആമേൻ. പക്ഷേ കുഴഞ്ഞ ചേറ്റിനകത്തുനിന്ന് നിങ്ങൾ ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നത് കൊണ്ട് അത്രേ ആമേൻ പലരും നിങ്ങളെ ദൃഷ്ടി വെക്കുന്നത്, ആമേൻ പലരും നിങ്ങളെ കാണുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, അവോയ്ഡ് ചെയ്യുമ്പോൾ, അവഹേളിക്കുമ്പോൾ, അവിടെയൊക്കെ ഇന്ന് ആദരിക്കപ്പെടുന്നതിന്റെ കാരണം ആമേൻ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്നെ ആമേൻ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയത് കൊണ്ട് അത്രേ. ദൈവമക്കളെ, നിങ്ങളെയോ അവൻ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയത് കൊണ്ട് നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നു. അവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾ അത്ഭുതമാകാൻ പോകുന്നു. നിങ്ങൾ സാധാരണ മനുഷ്യനല്ല, അസാധാരണ തലത്തിലേക്ക് ആത്മമണ്ഡലത്തിൽ ഉയരുവാൻ പോകുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 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 ഈ ഈസ്റ്റേൺ പകയൊന്നും ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഇതൊന്നും മനുഷ്യരിൽ കാണത്തില്ല. അഥവാ ഇത് പൊങ്ങി വന്നാൽ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഇടിച്ചു താക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇല്ലേ, കൂണ് മുളയ്ക്കുന്ന പോലെ ഇതൊക്കെ പൊങ്ങി വരും. മനുഷ്യരിലെ ജഡമല്ലേ, ബലഹീനമാ, പാപം ഉണ്ടാകും, പാപത്തിന്റെ ശബ്ദത്തിൽ ഇവരെ വേട്ടയാണ്, ഇതെല്ലാം പൊങ്ങി വരും. ആമേൻ. പൗലോസ് പറയാണ്, ഇതെല്ലാം പൊങ്ങുമ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു, ആത്മാവിനാൽ ഞാൻ അതിനെ ഇടിച്ചു താക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡപ്രകാരം ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ നടക്കുന്നത് ആത്മാവിനാലാണ് ഞങ്ങളുടെ പോരാട്ടം. ആമേൻ. ഞങ്ങളുടെ പോരാട്ടം ആമേൻ ജഡ രക്തങ്ങളോടല്ല, ഞങ്ങളുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. മക്കളെ, നിങ്ങൾ വ്യക്തികളോട് പോരാടരുത്. ആമേൻ. വ്യക്തികളോട് ആമേൻ വഴക്കിടരുത്. വ്യക്തികളോട് അസൂയ വെക്കരുത്. വ്യക്തികളോട് പക വെക്കരുത്. വ്യക്തികളോട് കുശുമ്പ് കാണിക്കരുത്. ആമേൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ള ആ വ്യക്തികളോടല്ല. ഇത് ലോകത്തിലെ ജ്ഞാനമാണ്. ആത്മാവിന്റെ ജ്ഞാനം പ്രാപിക്കുക. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. അതിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്റെ ദൈവത്താൽ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കുമെന്നവരാ. എന്റെ ദൈവത്താൽ എനിക്ക് മുമ്പിൽ നിന്റെ സകല മതിലുകൾ പൊളിക്കുക. എന്റെ ദൈവത്താൽ കഴിയുമെന്നവരാ. ഈ ലോകത്തിൽ അറിവ മക്കളെ അല്ലിയവന് പകരം തല്ലണം. ലോകത്തിൽ അറിവ മക്കൾ അവനോട് മിണ്ടില്ല, ഞാൻ അവനോട് മിണ്ടത്തില്ല. ലോകത്തിൽ അറിവ മക്കളെ അവനെന്റെ വീട്ടിൽ വന്നില്ല, ഞാൻ അവന്റെ വീട്ടിൽ പോകത്തില്ല. അവൻ ലോകത്തിന്റെ അറിവാണ്. അവൻ എനിക്ക് 10 രൂപ തന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല. ഇത് ലോകത്തിന്റെ അറിവാണ്. മക്കളെ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നില്ലല്ലോ. അവൻ ആവശ്യഘട്ടത്തിൽ നിന്നോട് അപേക്ഷിച്ചാൽ നീ കൊടുക്ക. അവൻ നിന്റെ കയ്യിൽ അമർത്തി കുലിക്കും. നിന്റെ മാടി നിറയെ എന്റെ സ്വർഗം തുറന്നു തരോ. ആകാശത്തിലെ കീഴ്വാതിൽ തുറന്ന് മതി വരുമ്പോൾ അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ എന്റെ കർത്താവ് അവൻ നിന്റെ വീട്ടിനകത്ത് അനുഗ്രഹം പകര, നിന്റെ ജോലിക്കകത്ത് അനുഗ്രഹം പകര, നിന്റെ കൈ അവർക്ക് വേണ്ടി തുറക്ക. ഇതൊക്കെ ലോകത്തിന്റെ ഇമ്പത്തിൽ നമ്മൾ ഓടരുത്. ലോകം പറയുന്നത് പോലെ അല്ല ദൈവവചനം പറയുന്നത്.
ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു വാർത്തയാണ്. ബൈബിള് തിരുത്തി എഴുതണമെന്ന് ഒരു കൂട്ടം ജനം എന്ന് പറയുകയാണ്. ലോക ഏക ഭരണാധികാരി എന്ന ഒരു ഏക ഭരണകർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ബൈബിൾ തിരുത്തി എഴുതാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനം മാറിപ്പോകരുത്. ഈ വചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്. ഏത് ഭരണകർത്താക്കന്മാർ വന്നാലും ആരൊക്കെ മാറി മാറി ഭരിച്ചാലും ഈ വചനം മാറരുത്. ഈ വചനം എന്റെ ഹൃദയം വിട്ട് മാറരുത്. ഈ വചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്. ഇത് ജീവനുള്ള വചനമാണ്. ഇത് ദൈവശക്തിയുള്ള വചനമാണ്. ഇത് നിന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് നിന്നെ നല്ല വഴിയിൽ നടത്തുന്ന വചനമാണ്. ഇത് നിന്നെ രക്ഷിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞു മക്കളെ. ഹല്ലേലൂയ. ആമേൻ. താഴോട്ട് വായിച്ചാൽ മതി. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. പ്രാകൃതവും പൈശാചികവുമായതത്രേ. അയ്യോ, സങ്കടകരമായ ഭാഷ. ഇത് ലോകത്തിൽ നിന്ന് പ്രവൃത്തികൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് ഉയർത്തുന്നു വരുന്നതല്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഇത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ആമേൻ. മക്കളെ, ഇന്ന് ആരും കൈ ഉയർത്തരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിട്ട് പുറത്തിറങ്ങി. ഇല്ലേ? ഈ ഞാനൊരു കാര്യം പറയും. ബൈബിളിനകത്ത് ഒരു പഴയ നിയമ പ്രമാണത്തിനകത്ത് ഒരു വാക്യമുണ്ട്. ഈ ഒരു ബാലിക അല്ലെങ്കിൽ ഒരു കന്യക വയലിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ വെച്ച് ആര് നിലവിളിച്ചാലും ആരും കേൾക്കായക കൊണ്ട് ആ സഹോദരിക്ക് കുഴപ്പമില്ല. പീഡിപ്പിക്കുന്നവനാണ് കുഴപ്പം. പക്ഷേ ആളുള്ള സ്ഥലത്ത് വെച്ച് ഒരു കന്യക പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ നിലവിളിക്കായക കൊണ്ട് ആരും വന്ന് അവളെ രക്ഷിക്കായാൽ കുഴപ്പം അവൾക്കാണ്. ഞാൻ പറഞ്ഞ ആടെ മനസ്സിലാകുന്ന റെഫറൻസ് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്ത് പറഞ്ഞു. സംഖ്യ പുസ്തകത്തില ലേവ്യ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ. എന്ന് വെച്ചാൽ ഞാൻ പാപമുള്ള സ്ഥലത്ത് നിന്ന് ഓടി മാറേണ്ട കടമ എന്റേതാണ്. പൈശാചിക തലത്ത് നിന്ന് പുറത്തിറങ്ങേണ്ട കടമ എന്റേതാണ്. നിന്ദിക്കപ്പെടുന്നവരുടെ നടുവിൽ നിന്ന് മാറിപ്പോകേണ്ടത് എന്റെ കടമയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാരും നിന്ദിക്കുക. അതിന്റെ നടുവിൽ കയറി ഞാനും നിന്നിട്ട് അവൻ എന്നെ നിന്ദിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. എന്നെ എല്ലാരും കളിയാക്കി. അവരെ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു. പരിഹാസികളുടെ ഇരിപ്പുറത്ത് ഞാനിരുന്നു. അവരെന്നെ പരിഹസിച്ചു. എന്തോ ചെയ്യാനാണ്? ഞാൻ അവിടെ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെന്താണ്? പൈശാചികവും പ്രാകൃതവുമാണ്. ദൈവമക്കളെ, നിങ്ങളെ നിന്ദിക്കാനും അപകടപ്പെടുത്താനും അവകാശം പറയാനും അവർ കൂടിയിരിക്കും. അവരുടെ ജോലി അതാണ്. ഇത് പ്രാകൃതവും പൈശാചികവുമാണ്. പക്ഷെ നമ്മൾ അങ്ങനല്ല. ഇത് ഈ ലോകത്തിലെ ജ്ഞാനമാണ്. നമ്മുടെ ജ്ഞാനം ഈ ലോകത്തിലതല്ല. നമ്മുടെ ജ്ഞാനം ഉയരത്തിലതാണ്. ബൈബിൾ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ നമുക്ക് എവിടുത്തെ ജ്ഞാനം വേണ്ട, അറിവ് വേണ്ട? അവിടുത്തെ അറിവ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കേണ്ടതാണ്. ജീവിക്കണം. ഇവിടുത്തെ എന്താ പറയുക, നിയമങ്ങൾ അനുസരിക്കേണ്ടതാണ്. അനുസരിക്കണം. ഇപ്പൊ ഞാൻ സ്വർഗത്തിലെ പൗരത്വം ഉള്ളത് കൊണ്ട് എനിക്ക് ഹെൽമെറ്റ് വെക്കാതെ പോകാനോ പിടിക്കും. കോർട്ടിൽ നിന്ന് ഒരു പേപ്പർ വന്നു. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെ പൗരത്വം ഇവിടുത്തെ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റും. ഈ ലോകത്തിലെ വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ ഇതെല്ലാം ഇരിക്കുമ്പോൾ എന്റെ അകത്ത് വെളിപ്പെടേണ്ടത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമായി. പണ്ടുള്ളവർ പറഞ്ഞ പോലെ, പണ്ട് അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണത കേട്ടോ. അപ്പോസ്തലന്മാരും ചെയ്തു, അതുപോലെ പണ്ടത്തെ പ്രവാചകന്മാരും വിശുദ്ധന്മാരും അത് ചെയ്തു. കർത്താവ് വേഗം വരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട, വീട് വേണ്ട, വസ്ത്രം വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പാടി ആരാധിച്ചു. പക്ഷെ കർത്താവിന്റെ വരവ് എന്നാന്ന് ബൈബിൾ പറയുന്നു. പുത്രൻ കൂടെ അറിയുന്നില്ല. ആ സമയത്ത് പിതാവിന്റെ നിയമത്തിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും വേണ്ട മക്കളെ. ഇതിന് പുറകെ അല്ല നമ്മൾ ഓടുന്നത് ദൈവത്തിന്റെ പിന്നാലെ ഓടും. ഇതൊക്കെ നിന്റെ പുറകാലെ വരുമെന്ന ബൈബിൾ പറയുന്നത്. ഇല്ലേ, യഹോവയാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ ആയുഷ്കാലം ഒക്കെ നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്ന്. ഞാൻ അതിനെ പിന്തുടരുമെന്നല്ല പറഞ്ഞ, അതെന്നെ പിന്തുടരുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ നിലവാരത്തിൽ വളർന്നു വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ ജ്ഞാനങ്ങൾ ചിലത് വിട്ടിട്ട് ഉയരത്തിലെ ജ്ഞാനങ്ങൾ ചിലത് പ്രാപിച്ചു തുടങ്ങുമ്പോ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഷ്ടവും സങ്കടവും വിലാപവും ദുഃഖവും മാറിയിട്ട് ഒരു ആനന്ദത്തിന്റെ സുദിനം വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ഞാൻ ഓടിയാൽ എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ അറിവിനൊക്കെ വേണ്ട ഞാൻ പോയാൽ എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മക്കളെ, ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലോ അറിവിലോ നിങ്ങൾ ഓടരുത്. നിങ്ങൾ ഓടുന്നത് പരാജയപ്പെടാനല്ല, നിങ്ങൾ ഓടുന്നത് വിജയിക്കാനാണ്. അതുകൊണ്ട് വിജയിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലല്ല, ഉയരത്തിലെ ജ്ഞാനത്തിൽ നിങ്ങൾ ഓടണം. കോട്ടക്കാരൊക്കെ ഓടാൻ നിന്നിട്ട് ഈ ലോകത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അവരോടും.
ആമേൻ. നമ്മൾ ഓടുന്ന എപ്പോഴാ? നമ്മൾ ഉയർത്തുന്ന ശബ്ദം കേൾക്കുമ്പോ. മനസ്സിലായില്ല? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ ഈ ലോകത്തിലെ ഇമ്പം കേൾക്കുമ്പോഴല്ല ഉയരുന്നത്. സ്വർഗത്തിലെ മഹാകാകളധ്വനി, ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറന്നുയരും. ആമേൻ. പിന്നെ നമ്മളെ ആരും പരാതി പറയാനൊന്നും വരത്തില്ല. ആമേൻ. ഇല്ല, ഒരാൾ പോലും ഇല്ല. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അവിടെ വിട്ടുമാറും. ആമേൻ. മാറേണ്ടതിനെ വിട്ടുമാറും. ആമേൻ. എവിടെയൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ആമേൻ. പ്രാകൃതനും പൈശാചികമായ അതിനെയൊക്കെ നമ്മൾ വിട്ടുമാറിയിട്ട് ആമേൻ നമ്മൾ അടുത്ത തലത്തിലേക്ക് പെട്ടെന്ന് വായിച്ച. എന്റെ വിഷയം ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. വായിച്ചേ. ഈർഷ്യയും ശാഠ്യമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അടുത്ത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമാണ്. ആമേ. സ്തോത്രം. ആമേ. ഇത് സാധാരണമല്ല, ഒന്നാമത് നിർമ്മലമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലമാണ്. ആമേ. ബൈബിൾ പറയുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ആമേൻ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്താണ്? നിർമ്മലമാണ്. 2 സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും തൽഫലവും നിറഞ്ഞതും ആകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഹല്ലേലൂയ. ആമേൻ. സമാധാനം ഉണ്ടാക്കുന്ന, സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും. ഇതൊക്കെ നീ ഉയരത്തിലെ ജ്ഞാനത്തിൽ നിന്ന് വരുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ അടുത്ത ഒരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതൊക്കെ ജ്ഞാനമുണ്ടെങ്കിലും ചിലത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്കും കർത്താക്കന്മാർക്കും മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ശകുനവാദികൾക്കും മനസ്സിലാകാത്ത ഒരു ദർശനം നെബൂഖദ്നേസർ രാജാവ് കണ്ടപ്പോൾ ആ സമയത്ത് അവരോടെല്ലാം പറഞ്ഞു, ഈ ദർശനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അപ്പോൾ ദൈവം പറഞ്ഞു, അപ്പോൾ ആർക്കും അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ദാനിയേൽ എന്ന പ്രവാചകൻ, ഉയരത്തിലെ ജ്ഞാനം ധരിച്ചവൻ, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ഭക്ഷണം കൊണ്ടുപോലും തന്റെ ശരീരത്തെ അശുദ്ധീകരിക്കത്തില്ലെന്ന് പറഞ്ഞവൻ ആ മനുഷ്യന്റെ അടുക്കൽ എത്തിയപ്പോ ഈ ലോകത്തിലെ സകല ജ്ഞാനവും അവിടെ തകർന്നു പോയി. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ ജ്ഞാനം അവിടെ വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ചിലരുടെയൊക്കെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ജ്ഞാനങ്ങളൊക്കെ അസ്തമിക്കുന്നിടത്ത് ഉയരത്തിലെ ജ്ഞാനമുണ്ടെങ്കിൽ അവിടെ നീ ഉയരാൻ പോകുകയാണ്. അവിടെ നീ ഉയരാൻ പോകുകയാണ്. നീ തകരുന്നവനല്ല, നീ വളരുന്നവനാണ്. ഈ ലോകത്തിലെ ജ്ഞാനങ്ങൾ താഴ്ത്തപ്പെടും. ഈ ലോകത്തിന്റെ ജ്ഞാനങ്ങൾക്ക് അതിരുകളുണ്ട്. ഈ ലോകത്തിന്റെ ജ്ഞാനങ്ങൾക്ക് അവസാനമുണ്ട്. എന്നാൽ ഉയരത്തിലെ ജ്ഞാനത്തിന് അവസാനമില്ല. ഇത് അവസാനിക്കാത്തത്, ഇത് നീണ്ടു നിൽക്കുന്നത്. ഇത് നിത്യ രാജ്യത്തിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, അത് അന്ന് വായിക്കണമെങ്കിൽ നല്ലതായിരിക്കും. വായിച്ചു വിട്ടാൽ നല്ലതായിരിക്കും. നല്ലൊരു ഭാഗം പറയാം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായമാണ് തോന്നുന്നു എന്റെ ഓർമ്മ. 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ഇനി ശ്രദ്ധിച്ച് കേട്ടതാണ്. രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റേ ആർക്കും കഴിയത്തില്ല. ആര് പറയുന്നതാണ് ഈ വാക്കുകൾ? അവിടെ ഉണ്ടായിരുന്ന ശകുനവാദികൾ, ആഭിചാരകന്മാർ, മന്ത്രവാദികൾ, അവിടെ ഉണ്ടായിരുന്ന അറിവുള്ളവർ പറയുകയാണ്, ഇത് ആർക്കും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആർക്കും ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അതെല്ലാം അസ്തമിച്ചു. മക്കളെ, ദൈവം ഞാനൊരു കാര്യം പറയും, ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനം അത് അസ്തമിക്കുക. ആമേൻ. ആമേൻ. അത് ഉദിച്ചുയരുന്ന ജ്ഞാനമാണ് ഉയരത്തിൽ നിന്ന് വരുന്നത്. ഈ ലോകത്തിലെ സകലതും നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോകും. ഇന്ന് കണ്ടവരെ നാളെ കാണുകയില്ല. ഇന്ന് കിട്ടിയ നന്മ നാളെ കിട്ടുകയില്ല. ഇന്ന് കണ്ടതൊന്നും നാളെ ഭൂമിയിൽ ഇല്ല. എന്തിനേറെ പറയുന്നു, എല്ലാവരും ആറ്റുതാലോലിച്ച് ഉണ്ടാക്കി വെച്ച ഒരു വീടും പട്ടണം ഒന്നിച്ച് ഒറ്റ രാത്രി കൊണ്ട് 1 മണിക്കൂറിനകത്ത് ഒഴുകിപ്പോയില്ലേ? എന്ത് പറയുന്നു? ഇതൊന്നും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. എന്നാൽ ഉയരത്തിലെ ജ്ഞാനമോ അത് എന്നെന്നും നിലനിൽക്കുന്നതാകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി മാറുന്നു. ലോകത്തിന്റെ ജ്ഞാനങ്ങൾ രാജാക്കന്മാർക്കും കർത്താക്കന്മാർക്കും അത് നശിച്ചു പോകുന്നതായി മാറി. അവരോട് പറഞ്ഞു, ഇതിന്റെ അർത്ഥം അറിയിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയോ. എന്നാൽ ഉയരത്തിലെ ജ്ഞാനം വെളിപ്പെട്ടപ്പോ അവിടുന്ന് മരണം മാറിപ്പോയി. ഇന്ന് പകൽ
വീട്ടിനകത്ത് നിന്ന് അവൻ ചില മരണ ശക്തികൾ മാറിപ്പോകുകയാണ്. ഉയരത്തിലെ ജ്ഞാനം വെളിപ്പെടുമോ? അവൻ രാജാക്കന്മാരുടെ കർത്താക്കന്മാരുടെ ന്യായശാസ്ത്രിമാരുടെ അറിവുകൾ മാറുന്നിടത്ത് ഉയരത്തിലെ ജ്ഞാനം വെളിപ്പെടും. അവിടെ മരണം മാറിപ്പോകും. ഈ ലോകത്തിന്റെ അറിവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർപ്പില്ല. ഈ ലോകത്തിന്റെ അറിവ് അമ്മ മരണം കൊണ്ട് സകലതും തീർന്നു. ഈ ലോകത്തിന്റെ അറിവ് അമ്മ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജനനം സംഭവിക്കുന്നില്ല. അമ്മ ഈ ലോകത്തിന്റെ അറിവ് ഇതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല. ഈ ലോകത്തിന്റെ അറിവ് ഇതെല്ലാം തന്നെ ഉണ്ടായെന്നത്രേ. എന്നാൽ ഉയരത്തിലെ വചനം പറയുന്നു, ഉയരത്തിലെ ജ്ഞാനമുള്ളവർ പറയുന്നു, ഇതെല്ലാം യഹോവയുടെ കയ്യാൽ ഉളവാക്കപ്പെട്ടു, അവന്റെ ശബ്ദത്താൽ ഇതെല്ലാം വിളിച്ചു വരുത്തപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽ അമ്മ വചനം പറയുന്നു, അമ്മ ചിലരുടെ വീട്ടിനകത്തേക്ക് അമ്മ ചിലതിനെ ദൈവം വിളിച്ചു വരുത്താൻ പോകുന്നു. ബൈബിൾ പറയുന്നു, ദൂരത്ത് നിന്റെ മക്കളെ ഞാൻ വിളിച്ചു വരുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ ലോകത്തിലെ അറിവിന് മരണം, ഉയരത്തിലെ അറിവിന് മരണമില്ല. ഈ ലോകത്തിലെ അറിവിനകത്ത് അതിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജാവ് പറയും, എടാ നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലും. എന്ന ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചവൻ ദാനിയേൽ വന്നിട്ട് പറയുകയാണ്, രാജാവേ അവരെ കൊല്ലരുത്, എനിക്ക് അല്പം സമയം താ. അവൻ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ കാര്യം. എന്റെ കാര്യങ്ങൾ ദൈവം എന്നോട് രഹസ്യത്തിൽ രാത്രി അറിയിക്കും. അവൻ രാജാവിന്റെ രഹസ്യ അറയ്ക്കകത്ത് പള്ളിമത്തയിൽ കണ്ട കാര്യം ഇന്നതൊന്നും ഞാൻ വെളിപ്പെടുത്താം. അവൻ അങ്ങനെ ഒരു വെളിപ്പാട് വെളിപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മരണം മാറിപ്പോയി. അനേകരുടെ മരണത്തിൽ നിന്ന് വഴിമാറിയ ഒരു വെളിപ്പാട്, അത് ഉയരത്തിലെ ജ്ഞാനമാണെങ്കിൽ ആ ജ്ഞാനമാകുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അനേകരുടെ മരണം നീങ്ങി അവൻ ചിലരുടെ ജയം വന്നിരിക്കുകയാ. ആമേൻ ആമേൻ ഹല്ലേലൂയ. അവിടെ ആ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. നോക്കൂ, എത്ര പേര് മരിച്ചു പോകേണ്ടത്. ഈ ലോകത്തിന്റെ അറിവുള്ളവർ പലരെയും കൊല്ലാൻ നിന്നപ്പോ ഈ ലോകത്തിന്റെ അറിവ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് അത്ര നാള് പിടിച്ചു നിന്നു. എന്നാൽ അവസാനം വന്നപ്പോൾ ഈ ലോകത്തിന്റെ അറിവിനകത്ത് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാ അറിവുകളും അവിടെ നിഷ്ഫലമായി. അവർ പഠിച്ച പഠനങ്ങൾ അവിടെ വ്യർത്ഥമായി. അവരറിഞ്ഞിരുന്ന പഠിച്ചു വെച്ചിരുന്ന മന്ത്രവാദങ്ങൾ അവിടെ ഉപയോഗശൂന്യമായി. അവരറിഞ്ഞു വരുന്ന ആഭിചാരങ്ങൾ അവിടെ ശൂന്യമായി. അവരറിഞ്ഞിരുന്ന സകലതും അവിടെ ശൂന്യമായപ്പോ ഉയരത്തിലെ ജ്ഞാനമുള്ളവൻ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം എന്നോട് ഈ സ്വപ്ന വ്യാഖ്യാനം വെളിപ്പെടുത്തും. അത് ഉയരത്തിലെ ജ്ഞാനം അവിടെ വെളിപ്പെട്ട് വന്നപ്പോ അവിടെയുള്ള സകലത്തിന്റെയും മരണം മാറിപ്പോയി. ആമേൻ. ദൈവം ചിലരുടെ ജീവനെ പണിയുകയാണ്. ആമേൻ ആമേൻ. പല മേഖലകളിൽ കർത്താവ് ആമേൻ പ്രവർത്തിക്കുന്നത് എനിക്ക് കാണാം. ആമേൻ ആമേൻ. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ആമേൻ ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണമോ? ആമേൻ. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുക. ഈ ലോകത്തിന്റെ ജ്ഞാനങ്ങൾ വിട്ടുകള. ഈ ലോകത്തിന്റെ ജ്ഞാനം ആമേൻ പലരെയും കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും ഉള്ളതാണെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം ചിലരെ ജീവിപ്പിക്കാനുള്ളതാണ്. ആമേൻ. ചിലരെ ജീവിപ്പിക്കാനുള്ളതാണ്. ആമേൻ. ചിലരെ എഴുന്നേൽപ്പിക്കാനുള്ളതാണ്. ആമേൻ. ചിലരെ വളർത്തുവാനുള്ളതാണ്. ആമേൻ. ചിലരെ ഉയർത്തുവാനുള്ളതാണ്. ആമേൻ. ചിലരെ ആരോഗ്യത്തോടെ നടത്തുവാനുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇനി ഒരു കാര്യം പറഞ്ഞു മക്കളെ. ആമേൻ. ചിലരൊക്കെ പേടിയുണ്ട്, ചിലരിനൊക്കെ പേടിയുണ്ട്. ചിലർക്ക് ആഭിചാരം പേടി. ഈ ഇടയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ വെച്ച് പറയാണ്, അമ്മ ഇവിടെ ഒരു ഭയങ്കര മന്ത്രവാദിയോട്, അതുകൊണ്ട് ഞങ്ങൾ ഒച്ചയൊന്നും പറയത്തില്ല, ഞങ്ങൾക്ക് പേടി, ഞങ്ങൾ എന്തെങ്കിലും അങ്ങ് ചെയ്യുമെന്ന്. അമ്മ അങ്ങനെയുള്ളതിനൊന്നും പേടിക്കരുത്. ഈ ലോകം കൊണ്ട് തീരും അതൊക്കെ. അമ്മ ഈ ലോകം കൊണ്ട് തീരും അതൊക്കെ. അതിന്റെ ശക്തികളെ പേടിക്കരുത്. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ആന്റി എന്നോട് പറയാണ്, അമ്മ ഭാഷ അവിടെ തെക്കതുണ്ട്, അതിലെ കൂടെ ആരോ പോകുന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവരതിലേ പോയിക്കോട്ടെ, ഞാൻ എന്തിനാ അവിടെ പോകുന്നത്, ഞാൻ ഇതിലല്ലേ പോകുന്നത്. അമ്മ മനസ്സിലായോ? അമ്മയുടെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മ തെക്കതുണ്ടെങ്കിൽ അതിനതിലേ പൊക്കോട്ടെ, പോക്കുവരത്തുണ്ടെങ്കിൽ അവൻ അതിലേ പൊക്കോട്ടെ. അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതീകരിക്കുന്നവൻ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശ്വാസിക്കുന്നവൻ ആത്മാവിന്റെ വചനം ഏറ്റെടുക്കട്ടെ. അത് നിങ്ങൾക്ക് ദൈവശക്തിയാകട്ടെ, അത് നിങ്ങളുടെ ഉയർച്ചയാകട്ടെ, അത് നിങ്ങളുടെ വിടുതലാകട്ടെ. ആർക്കെങ്കിലും എതിരെ മന്ത്രവാദം ചെയ്യുന്നു, ആഭിചാരം ചെയ്യുന്നു, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കരുത്. ആമേൻ. ഈ പ്രയം ചെയ്യുന്നതൊക്കെ അതിനൊക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഈ ചെയ്യുന്നവരൊക്കെ മരിക്കാൻ കിടക്കുക, ഈ ചെയ്യുന്നവരൊക്കെ കൊല്ലാൻ രാജാവ് കൽപ്പനയിട്ടിരിക്കുക. അവിടെ വെച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്, ഞാൻ കാര്യം പറഞ്ഞു തരാം. അവരെ കൊല്ലരുത്, ഞാൻ കാര്യം പറഞ്ഞു തരാം. ചിലർ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് ഇങ്ങനെ ബൈബിളിൽ പറയുന്നു, ആഭിചാരം ചെയ്യുന്നതിന് മുമ്പേ, മന്ത്രവാദം ചെയ്യുന്നതിന് മുമ്പേ
സർപ്പം കടിച്ചാൽ എന്തോ ഗുണം? ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ബൈബിൾ പറയുന്നു, ആമേൻ, സർപ്പം നിങ്ങളെ കടിച്ചാൽ അതിന്റെ വിഷത്തെ നിങ്ങൾ പുറത്തെടുക്കും. ആമേൻ, സർപ്പങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കും. ആമേൻ, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാൽ നിനക്ക് ഹാനി വരികയില്ല. ആരുടെയൊക്കെ വീട്ടിനകത്ത് ഇങ്ങനത്തെ സ്പിരിറ്റുകൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അമ്മ വചനം പറയുന്നു, ഒരു മന്ത്രവാദം നിനക്ക് ഫലിക്കുകയില്ല. ഒരു മന്ത്രവാദിക്ക്, ആഭിചാരകന്മാർക്കോ ദുർവ്യാപാരം ചെയ്യുന്നവർക്കോ ഒന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അറിവൊക്കെ നിലച്ചു നിൽക്കുകയാണ്. അവരുടെ അറിവൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഉയരത്തിലെ ജ്ഞാനം വെളിപ്പെടുന്നിടത്ത് അവൻ പിശാചിന്റെ അറിവും നഷ്ടപ്പെട്ടു. അവന്റെ കൂട്ടരുടെ ശക്തി തകർന്നു പോയി. അവൻ യേശുവിന്റെ രക്തം. നമ്മൾ പാർക്കുന്ന ഭവനം എത്ര സുന്ദരമാണെന്നറിയാവോ? നമുക്കതിന്റെ ഭംഗി അറിയാത്തത് കൊണ്ട് അമ്മ ഇനി ഒന്നും കൂടെ പറയാം, നിങ്ങൾ മറ്റുള്ളവരുടെ വീടിന്റെ ഭംഗി കാണുന്നതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഭംഗി അറിയാത്തത്. അമ്മ എന്റെ സൗന്ദര്യം ഞാൻ കണ്ടില്ലെങ്കിൽ അമ്മ മറ്റൊരാളുടെ സൗന്ദര്യം ഞാൻ കണ്ടാൽ എന്റെ സൗന്ദര്യം കുറവായി തോന്നും. എടാ, നിന്റെ സൗന്ദര്യം നീ കാണ, നിന്റെ വീട്ടിലെ അനുഗ്രഹം നീ കാണ, നിന്റെ വീട്ടിലെ നന്മ നീ കാണ, നിന്റെ വീട്ടിലെ ഭംഗി നീ കാണ, നിന്റെ വീടിനെ നീ ഒരു സ്വർഗമാക്ക്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കൃഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നു, നമുക്കൊരു ദൈവശക്തി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വചനമാകത്തുണ്ടെങ്കിൽ ഒന്നിനെ പേടിക്കരുത്. ആമേൻ. ബൈബിൾ പറയുന്നു, ആമേൻ, ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടരുത്, ദേഹിയെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടുകയും. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ആമേൻ, ആമേൻ. മന്ത്രവാദത്തെ ഭയപ്പെടണോ? ദുർവ്യാപാരത്തെ ഭയപ്പെടണോ? ഇതിനൊന്നും ഭയപ്പെടരുത്. ആമേൻ, ഇത് ഈ ലോകം കൊണ്ട് തീരും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്വന്തം കാര്യങ്ങൾ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ പറയുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ആമേൻ, നമ്മുടെ ദൈവം മഹാദൈവം. അവൻ നമ്മുടെ മേൽ അവന്റെ ശക്തി പകരുന്നു. എന്തിനാണെന്നറിയാവോ? ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ ഒഴിവാക്കുമ്പോൾ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾക്കെതിരെ ചിലത് ചെയ്യുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ഉയരാ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകർന്ന്, ദൈവത്തിന്റെ വചനം പകർന്ന്, ദൈവത്തിന്റെ അറിവ് പകർന്ന്, ഈ ലോകത്തിന്റെ സകല അറിവുകളെക്കാട്ട് ഉയർന്ന ഒരു അറിവ് നൽകി ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. അവസാനം ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, കുഞ്ഞുങ്ങളെ കളിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പിശാചിന് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനത്തെ നല്ല വചനം വരുമ്പോ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങൾ കളിച്ചോട്ടെ, അവര് കളിക്കും. കുഞ്ഞുങ്ങളല്ലേ, അവരെന്തോ ചെയ്യാൻ? അവർക്ക് നമ്മളെ പോലെ അറിവില്ലല്ലോ, അവർ വളർന്നില്ലല്ലോ അറിവില്. അതുകൊണ്ട് അവര് കളിക്കട്ടെ. പക്ഷെ നമ്മൾ അറിവുള്ളവരാണ്. അറിവുള്ളവർ തെറ്റിലേക്ക് പോകരുത്. അറിവുള്ളവർ ശ്രദ്ധിച്ചിരിക്കണം. ആമേൻ. വിടുതൽ നിന്റെ കയ്യിലുള്ള, വിടുതൽ നിന്റെ വീട്ടിലുള്ള. ആമേൻ. ആഭിചാരകന്മാരുടെ കയ്യിലല്ല വിടുതലുള്ളേ. ആമേൻ. 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 എന്താ ശകുനവാദികളുടെ കയ്യിലല്ല വിടുതലുള്ളേ. ആമേൻ. മന്ത്രവാദികളുടെ കയ്യിലല്ല വിടുതലുള്ളേ. അവൻ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ കയ്യിലാണ് വിടുതലുള്ളത്. അവൻ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടിലാണ് വിടുതൽ. അവൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലാണ് വിടുതൽ. അവൻ ആരാധിക്കുന്ന നിന്റെ വീട്ടിലാണ് വിടുതൽ. ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിലാണ് അനുഗ്രഹം. ഓ ശർവദാദ ഹദുരവര ഹദുരി പ്രവജദര ഹദുരി ഗടക അന്തര ജനഗടക ദിൽകവനഗടക ശാബുവാനഗടക സിയഹര അന്തരഗരെ ദിവനദനാദര ദിൽകവനഗടക സിയ അർത്ഥവല ദിൽകവനഗടക ശബന ബൗഡി ബിനിഗടക സി. ഹല്ലേലൂയ. ആരെങ്കിലും നേർച്ചകൾ ഇട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കരുത്. ആരെങ്കിലും എന്തോ ചെയ്തു എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കരുത്. അവൻ അതിനല്ല വിജയം, അതിനല്ല വിജയം. അവൻ പ്രാർത്ഥിക്കുന്നവനാണ് വിജയം. അവൻ പ്രാർത്ഥിക്കുന്നവനാണ് വിജയം. അവൻ പ്രാർത്ഥിക്കുന്നവനാണ് ഉത്തരം പറയുന്നത്. അവൻ പ്രാർത്ഥിക്കുന്നവനാണ് മറുപടി പറയുന്നത്. അവനാണ് രക്ഷപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇല്ല മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ബൈബിൾ നമ്മൾ പഠിക്കും, നല്ലതുപോലെ ഒന്ന് വായിക്കും, വിശ്വസിക്കുക. ഇത് ഭോഷത്വമായി അകത്ത് കാണാതെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഭോഷത്വമല്ലെന്നും ഇത് എന്തോ ഒന്ന് ഒരു കഥയല്ല, കെട്ടുകഥയല്ലെന്ന് ഞാൻ മനസ്സിലാക്കുക. ദൈവ ശക്തിയാൽ ഉളവായ ദൈവ വചന പ്രവചനങ്ങൾ സ്വയമായ എന്തോ ഒന്നിനാൽ ഒരു മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് തന്റെ ഭക്തന്മാർ മുന്നമേ എഴുതി വെച്ച വചനമത്രയത്. ആത്മനിയോഗത്താൽ ആത്മാവിനാൽ അതിനെ പ്രസംഗിക്കുമ്പോൾ, ആത്മാവിനാൽ അതിനെ വാദിക്കുമ്പോൾ, ആത്മാവിനാൽ അതിനെ ഗ്രഹിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി എന്റെ മേൽ വന്ന് എന്റെ അകത്ത് ജനിപ്പിക്കേണ്ടതിനെ ജനിപ്പിക്കുകയോ, എന്റെ വീട്ടിനകത്ത് ഉളവാകേണ്ടതിന് ഉളവാകുകയോ, എന്റെ വീട്ടിനകത്ത് എന്തൊക്കെ വെളിപ്പെടണമോ അതൊക്കെ വെളിപ്പെടുകയും ചെയ്യുന്നു. കരങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ.
അമ്മ ഞാൻ നിർത്താൻ പോകുക. ഹല്ലേലൂയ. അവൻ ഇവിടെ പറയുകയാണ്, അവൻ ഒരു ഭാഗം എനിക്കെന്തോ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. അവൻ എടാ, ഈ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് തീക്കകത്തിട്ടാലും അവൻ അവിടുന്ന് പുറത്തു വരും. കാരണം എന്നാണെന്നറിയാമോ? രക്ഷ ഇവന്റെ കയ്യിലേ ഉള്ളൂ. അവൻ തീയുടെ ബലത്തെ കെടുത്തി ഇവൻ പുറത്തു വരും. അവൻ തീയുടെ ബലത്തെ കെടുത്തി ഇവൻ പുറത്തു വരും. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ അയ്യോ ഭയങ്കര ശോധനയിലെ പാസ്റ്റർ ഞാനിരിക്കുന്നത്. അവൻ തീയുടെ ശോധന പോലെ എന്റെ ഉള്ളം ചില സമയത്തൊക്കെ കത്തുക. ആ നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരാ യേശു നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഓറക്കമന ഹദുരകടകസിഹാര. ആമേൻ. ആമേൻ. നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പോയിക്കോട്ടെ. ഇതിന്റെ അകത്തു നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതൊന്ന്, ആമേൻ, ഉയരത്തിലെ വചനം എന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്ന് ശക്തി എന്റെ മേൽ വന്നിട്ടുണ്ട്. ആ ശക്തി വന്നു കഴിഞ്ഞാൽ ആമേൻ, നിങ്ങൾ ഇവിടെ ഒതുങ്ങുന്നവരല്ല, എവിടെയോ ഏതോ കോണിന്റെ മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നവരല്ല. ആമേൻ. അറ്റത്തോളം, ലോകത്തിന്റെ അറ്റത്തോളം ഒരു സാക്ഷികൾ ആകുന്നതാണ് നിങ്ങൾ. എങ്ങനെ സാക്ഷിയാകുന്നത്? അവൻ തകർന്ന് കിടന്നിരുന്ന് ഉയരുമ്പോൾ അവൻ നീ സാക്ഷിയാകുകയാണ്. രോഗം പിടിച്ച് നീ മരിക്കാൻ കിടക്കുന്ന രോഗം മാറുമ്പോൾ നീ സാക്ഷിയാകുകയാണ്. അവൻ നശിച്ച വീടിനകത്ത് നിന്ന് രക്ഷ വെളിപ്പെടുമ്പോൾ നീ സാക്ഷിയാകുകയാണ്. എല്ലാരും പറഞ്ഞു ഒരിക്കലും ഉയരത്തില്ലെന്ന്. എല്ലാരും പറഞ്ഞു നിന്റെ ജീവിതം അസ്തമിച്ചെന്ന്. ആമേൻ. ആ സമയത്ത് എന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ സമയത്ത് ഞാൻ വിശ്വസിച്ച ദൈവവചനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലോകത്തൊക്കെ ഞാൻ സാക്ഷിയാ. ലോകത്തൊക്കെ സാക്ഷിയാ. പലരും പറഞ്ഞു, മദ്ദലക്കാരി മറിയം നോക്കി പറഞ്ഞു, ഇവൻ പാപിയാണ്, ഇവൻ പാപം കൊണ്ട് നടക്കുന്നവളാണ്. യേശു പറഞ്ഞു, ഇവന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അവൻ ലോകമെങ്ങുമ്പോൾ സാക്ഷിയായി. അവൻ ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, ഇവൻ വേശ്യയാണ്. ലോകം പറഞ്ഞു വേശ്യയാണ്. എന്നാൽ യേശു പറഞ്ഞു, ഇവരുടെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. അവളോ പട്ടണത്തിന് സാക്ഷിയായി. അവൻ ഇന്ന് പകൽ ചിലർ സാക്ഷിയാകാം. ഇന്ന് പകൽ ചിലർ സാക്ഷിയാകാൻ എഴുതാക്കട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്. മക്കളെ നമ്മളെല്ലാവരും എഴുതേക്കും.